ദ ജേർണലിസ്റ്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബി.ജെ.പിക്ക് ഇടുത്തിയായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള തെളിവ് നമുക്ക് ലഭിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. वोट चोरी मोदी को हटाओ, मोदी को हटाओ. രാഹുൽ ഗാന്ധിയെ കാലങ്ങളായി ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവർ, അപഹസിക്കാൻ ശ്രമിക്കുന്നവരടക്കമുള്ളവർ അന്തം വിട്ട് കണ്ണും തള്ളിയിരിക്കുന്ന കാഴ്ചകളാണ് ബീഹാറിൽ നിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചക്കാലത്തോളം നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ വലിയ തരംഗമുണ്ടാക്കിയിരിക്കുന്നുവെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെയാണ് തെളിവ്. बीजेपी के लोग काले झंडे दिखा रहे है ना. अब मैं बीजेपी से कहना चाहता हूं, अच्छी तरह सुन लीजिए. बीजेपी के लोग अच्छी तरह सुन लीजिए. भैया, एटम बम का नाम सुना आपने? सुना है एटम बम का नाम? उससे बड़ा क्या होता है? उससे बड़ा क्या होता है? एटम बम से बड़ा हाइड्रोजन बम होता है. होता है नहीं होता है? നോക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇത്രയധികം ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം മുഴുവൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് തുടർച്ചയായ റാലികൾ സംഘടിപ്പിക്കപ്പെട്ടത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. ഇവിടെ ഹിന്ദുവില്ല, മുസൽമാനില്ല, മതം പറച്ചിലില്ല. എല്ലാവരും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് കീഴിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, മതനിരപേക്ഷതയെ സംരക്ഷിക്കാനെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, ഭരണഘടനയെ സംരക്ഷിക്കാനെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി ഗ്രാമീണർ രാഹുൽ ഗാന്ധിക്കൊപ്പം സഞ്ചരിച്ച് തങ്ങൾക്ക് ഇത്തവണ വോട്ടർ പട്ടികയിൽ പേരുണ്ടായില്ല, ഞങ്ങളെയൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് സങ്കടത്തോടെ, ആശങ്കയോടെ വിളിച്ചു പറയുമ്പോൾ അത് ചെന്നു തറയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നെഞ്ചിലാണ് എന്നുള്ളത് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയാണ്. രാഹുൽ ഗാന്ധി അതിവൈകാരികമായാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ നടത്തുന്നത്. മഹാത്മാഗാന്ധിയെ കൊന്നവർ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഭരണഘടനയെ ഇല്ലാതാക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് ജനങ്ങൾ അതിനെ ഏറ്റുവാങ്ങുന്നത്. जिन शक्तियों ने महात्मा गांधी की हत्या की, वही शक्ति इस संविधान की, अंबेडकर जी की संविधान की, गांधी जी की संविधान की हत्या करने की कोशिश कर रहे हैं. हम इनको संविधान की हत्या नहीं करने देंगे. ബീഹാറിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കി ഈ തരംഗം അത് സോഷ്യൽ മീഡിയയിലൂടെ രാജ്യം മുഴുവൻ ഒരു വലിയ പ്രകമ്പനമായി മാറുകയാണ്. ഞാൻ സോഷ്യൽ മീഡിയ എന്ന പദം എടുത്തു പറയുന്നതിന് കാരണം ഈ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന, മുട്ടിലിഴയുന്ന ഗോധി മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന, ഹിന്ദി, ഇംഗ്ലീഷ് ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ മാധ്യമങ്ങളൊക്കെ തന്നെയും വോട്ടർ അധികാർ യാത്ര എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ചരിത്രപരമായ ആ യാത്രയെ അവഗണിക്കുകയാണ്, പലപ്പോഴും ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുകയാണ്. വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തെളിവുകൾ പുറത്തുവിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അനുരാഗ് ഠാക്കൂർ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി പറഞ്ഞ വിവരക്കേട്, വിഡ്ഢിത്തരം, അതിനെ പ്രൊജക്റ്റ് ചെയ്ത് രാഹുൽ ഗാന്ധി കള്ളനാണ് എന്ന് സമർത്ഥിക്കാനാണ് ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. 3 മൈമൂന എന്ന് പേര് കണ്ടപ്പോൾ ഇതൊക്കെ ഒരാളാണ്, ഒരു സ്ഥലപ്പേര് വീട്ടുപേരായി ഉപയോഗിച്ചപ്പോൾ ഒരു വീട്ടിൽ ഇത്രയധികം കള്ളവോട്ടുകൾ വയനാട് മണ്ഡലത്തിലുണ്ട് എന്നൊക്കെയുള്ള കള്ളത്തരങ്ങൾ, അത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ നേരിട്ട് ഈ സ്ഥലങ്ങളിൽ പോയി പൊളിച്ചു കൊടുത്ത കള്ളങ്ങളാണ്. പക്ഷേ അതൊക്കെ വലിയ സംഭവമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഈ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്ന കോർപ്പറേറ്റുകൾ സ്പോൺസർ ചെയ്യുന്ന ഗോധി മാധ്യമങ്ങളെന്ന് നമ്മൾ പറയുന്ന മുട്ടിലിഴയുന്ന മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പ്രചാരണ രീതികൾ മുന്നോട്ട് പോകുന്നത്. എക്സ് പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ കഴിയുമോ അതൊക്കെ അതിൻ്റെ സാധ്യതകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തുക. ദേശീയ മാധ്യമങ്ങൾ ഉപേക്ഷിച്ചാലും അവഗണിച്ചാലും തള്ളിപ്പറഞ്ഞാലും ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ചുള്ളൊരു പ്രചാരണ തന്ത്രം രാഹുൽ ഗാന്ധി പയറ്റി. അത് വിജയിച്ചു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും ഒക്കെ വ്യക്തികളുടെയും ഒക്കെ കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്നത്, അത് കാണുന്നത്, അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്, അത് ഏറ്റെടുക്കുന്നത്. അതായത് ഈ രാജ്യത്തെ മാധ്യമങ്ങളെ വരുതിയിലാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ച് BJPക്ക് അനുകൂലമായുള്ള പ്രൊപ്പഗണ്ടകൾ നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ എക്കാലത്തും തെറ്റിദ്ധരിപ്പിക്കാം. ദേശീയ മാധ്യമങ്ങൾ ഒരു പ്രൊപ്പഗണ്ട കൊണ്ടുവന്നാൽ അതിന് പുറകെ ജനങ്ങൾ ഓടും എന്ന് കരുതിയ BJPയുടെ PR അനലിസ്റ്റ് ടീമിനും വലിയ തിരിച്ചടി തന്നെയാണ് രാഹുൽ ഗാന്ധി സിമ്പിളായ ഓപ്പറേഷനിലൂടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും നമ്മളിവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചത് ഒരു ആറ്റം ബോംബാണ്, അടുത്തത് ഒരു ഹൈഡ്രജൻ ബോംബായിരിക്കുമെന്നാണ്. അധികം വൈകാതെ തന്നെ രാഹുൽ ഗാന്ധി അടുത്ത വലിയ ആരോപണം, വലിയ തെളിവുകളുമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരണാസി മണ്ഡലത്തെക്കുറിച്ചാണ് എന്നൊരു അഭ്യൂഹമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തത്സമയ സംപ്രേഷണങ്ങൾ ചാനലിൽ കണ്ടവരാണ് നമ്മൾ. അത് 4 ഘട്ടത്തോളം വോട്ടെണ്ണിയ സമയത്ത് നരേന്ദ്രമോദി 6000-ഓളം വോട്ടിന് പിറകിലായിരുന്നു. പിന്നെ കുറേ നേരത്തേക്ക് ആ മണ്ഡലത്തിൽ നിന്ന് കാര്യമായ അപ്ഡേറ്റുകളൊന്നും ഉണ്ടായില്ല. പിന്നെ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് മോദി വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ച് കുതിച്ചു കയറുന്ന കാഴ്ച, 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുന്ന കാഴ്ച. അപ്പോൾ ഈ കാഴ്ചയിൽ ഉൾപ്പെടെ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് സംശയിക്കുന്നതായി ഇന്നലെ രാജു പി നായർ എന്ന കോൺഗ്രസിൻ്റെ വക്താവ് ഒരു ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി. അപ്പോൾ അതാണോ ഹൈഡ്രജൻ ബോംബ്, അതോ ഇതിലും വലിയ മറ്റെന്തെങ്കിലും വലിയ ക്രമക്കേടുകളെക്കുറിച്ച്, അഴിമതികളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പുറത്തു വിടുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ചരിത്രപരമായ ഒന്ന് തന്നെയാണ് ഈ വോട്ടർ അധികാർ യാത്ര എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇല്ലാതാകുന്നു, ഇന്ത്യ മുന്നണി തമ്മിൽ തല്ലി തീരുന്നു എന്നൊക്കെയാണ് ഇവിടെ ഗോദി മാധ്യമങ്ങളും കേരളത്തിലെ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയല്ല, അത് പപ്പുമോനാണ്, പറയുന്നത് മുഴുവൻ വിഡ്ഢിത്തരമാണ്, രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും അപഹാസ്യനാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ യൂട്യൂബ് ചാനലുകളും പല ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ആ രീതിയിൽ ഇതിനെ ഒരു മണ്ടത്തരമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല, ജനഹൃദയങ്ങളിൽ ആഴത്തിൽ തറച്ചു കയറിയ ഒന്ന് തന്നെയാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ആ വിവാദം എന്ന് ബീഹാറിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്നത് കണ്ടപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. വെറുതെയല്ല ജനങ്ങൾ അണിനിരക്കുന്നത്, ആ യാത്രയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, വോട്ട് കട്ടിട്ടാണ് ഇവരൊക്കെ അധികാരത്തിൽ വന്നത് എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരൊറ്റ അജണ്ടയെ യാത്രയ്ക്കുള്ളൂ. ആ അജണ്ടയ്ക്ക് പിന്നാലെ, അല്ലെങ്കിൽ ആ അജണ്ട ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ആ യാത്രയ്ക്ക് പിന്നാലെ ജനലക്ഷങ്ങൾ, അക്ഷരാർത്ഥത്തിൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടി രാഹുൽ ഗാന്ധിക്കൊപ്പം, ആ അജണ്ട മാത്രം പറയുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നു നീങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും ജനങ്ങളെ ആകർഷിക്കുന്ന വിഷയമാണത്, അത്രയും ജനങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണത്, അത്രയും ജനങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയമാണത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. സാധാരണഗതിയിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പലപ്പോഴും BJP ഇത്തരത്തിൽ ഇത്രയുമില്ലെങ്കിലും ആളുകളെ കൂട്ടുന്നത് വർഗീയത പറഞ്ഞുകൊണ്ടാണ്. BJPയുടെ ആളുകൾ കൂടുന്ന വലിയ വലിയ നേതാക്കൾ വന്ന് പ്രസംഗിക്കുന്ന പരിപാടികളിൽ ഒന്ന് പണം കൊടുത്ത ആളുകളെ കൊണ്ടുവരുന്നു എന്ന ആരോപണം ഉന്നയിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ BJPയുടെ മുഴുവൻ സംഘടനാ സംവിധാനവും ഉപയോഗിച്ച സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ ബസ്സിൽ കൊണ്ടുവന്ന് വലിയ ആൾക്കൂട്ടമുണ്ട് എന്ന് സൃഷ്ടിക്കാൻ ശ്രമിക്കും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം BJP അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് വർഗീയതയാണ്. ആ മതം, ഈ മതം, നമ്മൾ ഈ മതം എന്നൊക്കെ പറഞ്ഞ് മതവും ജാതിയും വർഗവും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭിന്നിപ്പിക്കൽ പ്രചാരണമാണ് പലപ്പോഴും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നു എന്ന നിലയിൽ
ആളുകളെ വർഗീയത പറഞ്ഞ് തങ്ങളിലേക്ക് ആകർഷിക്കുന്ന നയമാണ് BJP പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി മതം പറയുന്നില്ല. അപ്പോൾ അതുമായി ഈ വോട്ടറധികാര യാത്രയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല വീഡിയോകളിലും, ആളുകൾ പ്രചരിപ്പിക്കുന്ന പല വീഡിയോകളിലും അവരൊക്കെ എടുത്തു പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ദർ ഈസ് നോ ഹിന്ദു നോ മുസ്ലിം എന്നാണ്. അതായത് ഹിന്ദുവില്ല, മുസ്ലിമില്ല, മതമില്ല, ജാതിയില്ല, ഏതെങ്കിലും വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ആളുകൾ സംഘടിക്കുന്നത്. കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ, 1000, 10,000 എന്ന കൗണ്ടൊക്കെ മാറി. ഓരോ ഗ്രാമങ്ങളിലൂടെയും രാഹുൽ ഗാന്ധി പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതിനപ്പുറം മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിൽ ചില ആളുകൾ ഈ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന ചില ഫാൻസ് പേജുകൾക്ക് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അവർ ഈ ആൾക്കൂട്ടത്തിൻ്റെ വീഡിയോ, 1-2 വീഡിയോ ഈ കൊടുത്തത് മാറിപ്പോയി. മറ്റേതോ ഒരു കോൺഗ്രസിൻ്റെ പരിപാടിയുടെ വീഡിയോ ആണ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ എന്ന് പറഞ്ഞ് തെറ്റായി പ്രചരിപ്പിച്ചത്. പക്ഷേ അത് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആളുകളില്ലേ എന്നും പറഞ്ഞുകൊണ്ടൊരു പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ രാഹുൽ ഗാന്ധി അവർ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നതിൻ്റെ തെളിവാണ്. പോട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത് എന്താണ്? ഒരാഴ്ചക്കകം രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും, നിയമ നടപടി ഉണ്ടാകും, എന്തൊക്കെയോ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇപ്പം അങ്ങ് തൂക്കിലേറ്റും, പറഞ്ഞത് മൊത്തം മണ്ടത്തരമാണ് എന്ന മട്ടിലായിരുന്നു പലപ്പോഴും BJPയും വിഷയത്തെ കണ്ടിരുന്നത്. പക്ഷേ ഇത്രയും നാളായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു നിയമ നടപടിക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണത്? രണ്ടാമത്തെ കാര്യം, രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഒരു വ്യക്തിയല്ല, ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ ഒരു അന്വേഷണം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അന്വേഷിക്കേണ്ട വിഷയമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ ജനങ്ങളോട് വിളിച്ച് പറയണം, ഈ രാജ്യത്തോട് പറയണം. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളോ ഒന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതി ഇടപെടൽ നടന്നുകൊണ്ടാണ്. അതായത് ഒരുപാട് പേരെ, 65 ലക്ഷം പേരോളം വോട്ടർ പട്ടികയിലില്ല എന്ന വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വൈകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഏത് നിമിഷവും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയും രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയ്ക്ക് ബദലായിട്ട്, BJPയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബീഹാറിലെ നേതാവ് നിതീഷ് കുമാറിനും അവരുടെ സഖ്യകക്ഷി നിതീഷ് കുമാറിനും ഒക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണങ്ങൾ നയിക്കാമായിരുന്നു, ഇതിനെ കൗണ്ടർ ചെയ്യാമായിരുന്നു, ആളെ കൂട്ടാമായിരുന്നു. പക്ഷെ അതൊന്നും ബീഹാറിൽ നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം BJPയും NDA മുന്നണിയും വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്ന നിലയിലല്ല, മറിച്ച് മറുപടി പറയാനായിട്ട് ഒന്നുമില്ല. കാരണം മറുപടി പറഞ്ഞാൽ കുടുങ്ങും എന്ന നിലയിലാണ് കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ട് പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. ആദ്യം കർണാടകയിലെ മഹാദേവപുരയിലെ വിവരമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതെങ്കിൽ പിന്നീട് തൃശ്ശൂരിലെ കാര്യം വന്നു. അത് കഴിഞ്ഞ് ബീഹാറിൽ നിന്ന് ഗുരുതരമായ കണ്ടെത്തലുകൾ വന്നു. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന മീഡിയ അവർ കണ്ടെത്തിയ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഒരു വീട്ടിൽ 500 ആൾ, 450 ആൾ എന്നൊക്കെ പറഞ്ഞ് ഒരു വീട്, ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ അവിടെ പോയി അന്വേഷണം നടത്തുമ്പോൾ അവിടെ അങ്ങനെ ഒരു വീടുമില്ല, ഈ പറയുന്ന ആളുകൾ ഗ്രാമവാസികൾക്ക് അറിയാനും പാടില്ല. ഇങ്ങനെ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ പല തെളിവുകളും അല്ലെങ്കിൽ പല ആരോപണങ്ങളും ഉയരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ വലിയ നിസ്സംഗത പാലിക്കുകയാണ്. ഇപ്പോൾ ഒരു മലയാളം മാധ്യമത്തിൽ വന്നൊരു കാർഡ് ഞാൻ കാണിച്ചു തരാം. അവസാനിക്കാത്ത തട്ടിപ്പെന്നാണ് തലക്കെട്ട്. ബീഹാറിൽ 39 നിയമസഭാ മണ്ഡലങ്ങളിൽ 1,88,000 ഇരട്ട വോട്ടർമാർ, 16,375 വോട്ടർമാരുടെ പേരും വിവരങ്ങളും തനിപ്പകർപ്പ്. സംശയാസ്പദമായ വോട്ടർമാർ ആകെ 3.76 ലക്ഷം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ. ഇതേക്കുറിച്ച് രാഹുൽ ഗാന്ധി വിശദമായി തന്നെ ബീഹാറിൽ പാട്നയിൽ പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്. അതുകൂടി പ്രേക്ഷകർ കേൾക്കുക, വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. എപ്പോഴും ഓർക്കുക, ഇവിടുത്തെ മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തിൽ കാര്യമായി ശബ്ദിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ, നമ്മുടെ ചാനലിലൂടെയൊക്കെയാണ് ഈ വിഷയങ്ങൾ കേരളത്തിൽ മുഴുവനും അറിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകർ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വോയിസ് നോട്ടായോ സെൽഫി വീഡിയോ ആയോ എടുത്ത് അയച്ചു തരിക. അതും നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതും നമുക്ക് ചർച്ച ചെയ്യാം. ഈ വിഷയം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ, ഈ യാത്ര, ഇതൊന്നും ജനാധിപത്യ ഇന്ത്യയിൽ നമ്മൾ അവഗണിച്ചുകൂടാ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. ഉത്തരം കിട്ടിയേ മതിയാകൂ. ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമുണ്ട് ഇതിൻ്റെ അവസാനം, അത് നിങ്ങൾ മുഴുവനായി കാണുക.
പറ്റുമെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജീവമായി തന്നെ അറിയിക്കുക. അതും നമുക്ക് സംപ്രേഷണം ചെയ്യാൻ സാധിക്കും. नमस्कार। इतनी गर्मी में आप यहां आए और आपने हमारी बात सुनी, इसके लिए दिल से आपका धन्यवाद करना चाहता हूं। ये यात्रा बिहार में शुरू हुई, इसको हमने नाम वोटर अधिकार यात्रा दिया। यहां पे शिवसेना के नेता बैठे हैं, महाराष्ट्र में एनसीपी, कांग्रेस पार्टी और शिवसेना से चुनाव चोरी किया गया था। ये 100% सच है। तकरीबन 1 करोड़ नए वोटर लोकसभा चुनाव के बाद वोटर लिस्ट में जोड़े जाते हैं, बढ़ाए जाते हैं। नए वोटर आके वोट करते हैं। हमारे गठबंधन का जो वोट था, जितना हमें लोकसभा में मिला उतना हमें विधानसभा में मिला, 1 वोट कम नहीं हुआ। और सारे के सारे नए वोट बीजेपी के अलायंस के खाते में गए। लोकसभा हम जीते, विधानसभा में हमारी पार्टियां तीनों के तीनों मजबूत पार्टियां साफ हो गई। क्यों? क्योंकि इलेक्शन कमीशन ने और बीजेपी ने मिलकर वोट चोरी की। उसके बाद हमने साफ दिखाया, महादेवापुरा में बेंगलोर सेंट्रल की सीट में हमने साफ दिखाया कि एक असेंबली में 1 लाख से ज्यादा फर्जी वोटर थे। बेंगलोर सेंट्रल में 7 विधानसभाएं हैं, 6 में हम जीतते हैं, कांग्रेस पार्टी जीतती है। जहां पे 1 लाख फर्जी वोट थे, वहां पे हम साफ हो जाते हैं और उसी असेंबली के कारण बीजेपी लोकसभा जीत जाती है। हमने ये प्रेस कॉन्फ्रेंस में दिखाया, डेटा के साथ दिखाया। इलेक्शन कमीशन हमें वोटर लिस्ट नहीं देती, वीडियोग्राफी नहीं देती। हमारे लोगों ने कागज की वोटर लिस्ट से फोटो मिलाकर, नाम मिलाकर, एड्रेस मिलाकर यह काम किया। 4 महीने लगे, 16-17 घंटे काम किया और हमने देश के सामने सबूत रखा। ब्लैक एंड व्हाइट में हमने सबूत रखा। बिहार के युवाओं को मैं कहना चाहता हूं, यह बिल्कुल सही बात है। देखिए, वोट चोरी का मतलब अधिकार की चोरी, वोट चोरी का मतलब आरक्षण की चोरी, वोट चोरी का मतलब रोजगार की चोरी, वोट चोरी का मतलब शिक्षा की चोरी, वोट चोरी का मतलब लोकतंत्र की चोरी, वोट चोरी का मतलब युवाओं के भविष्य की चोरी। ये सिर्फ वोट नहीं ले रहे हैं, ये आपकी जमीन, आपका राशन कार्ड, सब कुछ उठा ले जाएंगे, अदानी अंबानी को दे देंगे। भाइयों और बहनों, जिन शक्तियों ने महात्मा गांधी की हत्या की, वही शक्ति इस संविधान की, अंबेडकर जी की संविधान की, गांधी जी की संविधान की हत्या करने की कोशिश कर रहे हैं। हम इनको संविधान की हत्या नहीं करने देंगे, कुछ भी हो जाए नहीं करने देंगे। इसलिए हमने बिहार में यात्रा की और आपका क्या जबरदस्त रिस्पांस आया। बिहार का युवा सारे के सारे युवा खड़े हो गए। छोटे छोटे बच्चे जीप के पास आते थे, कहते थे वोट चोर, वोट चोर, वोट चोर। नारा फैल गया है और बीच में बीजेपी के लोग काले झंडे दिखा रहे हैं।
है ना। अब मैं बीजेपी से कहना चाहता हूं, अच्छी तरह सुन लीजिए, बीजेपी के लोग अच्छी तरह सुन लीजिए। भैया, एटम बम का नाम सुना आपने? सुना है एटम बम का नाम? उससे बड़ा क्या होता है? उससे बड़ा क्या होता है? एटम बम से बड़ा हाइड्रोजन बम होता है। होता है नहीं होता है? माधवपुरा में हमने एटम बम दिखाया था। बीजेपी के लोगों, तैयार हो जाओ, हाइड्रोजन बम आ रहा है। हाइड्रोजन बम आ रहा है, तैयार हो जाइए। आपकी जो सच्चाई है, वोट चोरी की सच्चाई है, वो पूरे देश को पता लगने जा रही है। राइट? बिहार की जनता, बिहार के युवा, बिहार के महिलाओं से मैं धन्यवाद करना चाहता हूं। यह क्रांतिकारी प्रदेश है। इसने पूरे देश को मैसेज दिया कि वोट चोरी नहीं होने देंगे। और ये जो आपने बिहार में किया है, हमारी जो मदद की, ये पूरे देश में फैल गई है, कोने कोने में फैल गई है। आने वाले समय में मैं आपको गारंटी करके दे रहा हूं, हाइड्रोजन बम के बाद नरेंद्र मोदी जी अपना चेहरा इस देश को नहीं दिखा पाएंगे। नमस्कार, जय हिंद, जय बिहार।